ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാനൊരു വീഡിയോ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കുറച്ച് വീഡിയോ. അപ്പോൾ അതിൽ പറയാത്തൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എന്ന് നമുക്ക് ചോദിക്കും. അതായത് ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടും ഡിഫറൻസ് ചോദിച്ചിട്ടും അതുപോലെ എസ് എ ടൈപ്പായിട്ടും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒന്ന് ബിസിനസ് ഓൺട്രപ്രണർ ആണ്, രണ്ടാമത്തത് ട്രേഡിംഗ് ഓൺട്രപ്രണർ, 3 ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ, 4 കോർപ്പറേറ്റ് ഓൺട്രപ്രണർ, 5 അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ. അപ്പോൾ ആരാണ് ഒരു ബിസിനസ് ഓൺട്രപ്രണർ, ട്രേഡിംഗ് ഓൺട്രപ്രണർ, ഇങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ ഡിസ്കവർ ചെയ്തിട്ട്, അതായത് ഒരു ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്തിട്ട് ആ ബിസിനസ് ഐഡിയനെ ഒരു ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഐഡിയ അയാൾ എന്ത് വന്നു കഴിഞ്ഞാലും അതൊരു ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പക്കാ ഒരു ബിസിനസ് മാനെയാണ് നമ്മളൊരു ബിസിനസ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ദെൻ ട്രേഡിംഗ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു അണ്ടർടേക്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി, അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റി മാത്രമേ എടുക്കുള്ളൂ. സാധനങ്ങൾ വാങ്ങിക്കുക, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാനുഫാക്ചറിങ് നടത്തൂല. അതായത് സാധനങ്ങൾ വാങ്ങിക്കുകയും അത് വിൽക്കുകയും ചെയ്യും, പക്ഷേ മാനുഫാക്ചറിങ് നടത്തൂല. അങ്ങനത്തെ ഓൺട്രപ്രണേഴ്സാണ് ട്രേഡിംഗ് ഓൺട്രപ്രണർ. ദെൻ ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു അണ്ടർടേക്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് മാത്രം ഏറ്റെടുക്കുന്ന ഓൺട്രപ്രണേഴ്സിനെയാണ് ഇൻഡസ്ട്രിയൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ് ആണ്. കോർപ്പറേറ്റ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അയാളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കില്ല് അയാൾ ഓർഗനൈസ് ചെയ്യാനും ഒരു കോർപ്പറേറ്റ് അണ്ടർടേക്കിംഗ് ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഓൺട്രപ്രണേഴ്സ് ഈസ് എ പേഴ്സൺ who demonstrate his innovative skill in organizing and managing a corporate undertaking. Then next agricultural entrepreneursനെ നമ്മൾ അഗ്രിപ്രണേഴ്സ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചർ സംബന്ധമായിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരിക, പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരിക, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെയാണ് അഗ്രികൾച്ചറൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഉണ്ടാവുമല്ലോ ക്രോപ്സ്, വിത്തുകൾ, വിളകൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് എയ്ഡ്സ്, മെഷീൻസ്, കാര്യങ്ങളൊക്കെ അതിൻ്റെ ഐഡിയാസ് കൊണ്ടുവരിക, പുതിയ പുതിയ കാർഷിക രീതി കൊണ്ടുവരുന്ന ആൾക്കാരാണ് അഗ്രികൾച്ചർ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഇത്രയും ഓൺട്രപ്രണേഴ്സാണ് ഓൺ ദി ബേസിസ് ഓഫ് ടൈപ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വരുന്ന ഓൺട്രപ്രണേഴ്സാണ് പ്യുവർ ഓൺട്രപ്രണർ, അപ്പോൾ തന്നെ മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ്, സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ പ്യുവർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹു ആർ മോട്ടിവേറ്റഡ് ബൈ സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് റിവാർഡ്സ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് റിവാർഡ്സിനെ ബേസ് ചെയ്തിട്ട് അത് മോട്ടിവേഷനായിട്ട് വരുന്ന ആൾക്കാരാണ് പ്യുവർ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ അണ്ടർടേക്ക് ബിസിനസ് വെഞ്ചേഴ്സ് ഫോർ ദെയർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് അവർ. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് റിവാർഡ്സ് അതായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന പേഴ്സൺസ് ആണ്. ദേ അണ്ടർടേക്ക് ബിസിനസ് വെഞ്ചേഴ്സ് ഫോർ ദെയർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അവരവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ബിസിനസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ദേ അപ്ലൈ ദെയർ ബിസിനസ് സ്കിൽസ് ടു ഏൺ മോർ ആൻഡ് മോർ പ്രോഫിറ്റ്. കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ബിസിനസ് സ്കിൽസ് അപ്ലൈ ചെയ്യും. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആണ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഹീസ് ആൻ ഓൺട്രപ്രണർ ഹു ഈസ് ഇൻഡ്യൂസ്ഡ് ടു ടേക്ക് അപ്പ് ആൻ എൻട്രപ്രണറൽ ആക്ടിവിറ്റി വിത്ത് എ വ്യൂ ടു അവെയിൽ സം ബെനിഫിറ്റ്സ് ഫ്രം ദി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ബെനിഫിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഓൺട്രപ്രണേഴ്സാണ് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എക്സാമിന് എപ്പോഴും ചോദിക്കും. അപ്പോൾ ഒന്നാമത്തെ ഓൺട്രപ്രണേഴ്സ് ആണ് പ്യുവർ ഓൺട്രപ്രണേഴ്സ്, രണ്ടാമത്തത് ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണേഴ്സ്, ദെൻ മൂന്നാമത്തത് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ്. ദീസ് ഓൺട്രപ്രണേഴ്സ് ആർ മോട്ടിവേറ്റഡ് ബൈ ദെയർ ഡിസയർ ടു മേക്ക് യൂസ് ഓഫ് ദെയർ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആൻഡ് സ്കിൽസ്. ഇപ്പോൾ ഒരു ഓൺട്രപ്രണറിന് അയാൾക്ക് നല്ല അയാളുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് സ്കില്ലുണ്ട്, അയാൾ എക്സ്പേർട്ടാണ്, ഒരുപാട് സ്കില്ലുകളുണ്ട്, അയാൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ മോട്ടിവേറ്റഡ് ബൈ ദി ഡിസയർ ഫോർ സെൽഫ് ഫുൾഫിൽമെൻറ്റ്. അവരവരുടെ സെൽഫ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് വരുന്ന ഓൺട്രപ്രണേഴ്സിനെയാണ് മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആണ് സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദർ ഓണ്ടർപ്രണേഴ്സ് വിത്ത് ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി. നമ്മളുടെ കഴിവിൽ നല്ല കോൺഫിഡൻസ് ഉള്ള, ആത്മവിശ്വാസമുള്ള, നല്ല ബോൾഡായിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിനെയാണ് എന്ത് പറയുന്നത്, സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദെയർ ഓണ്ടർപ്രണേഴ്സ് വിത്ത് ഇനീഷ്യേറ്റീവ്, ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ് ആണ്. അവരുടെ എബിലിറ്റിയിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ദിസ് മോട്ടിവേറ്റ്സ് ദം ടു അണ്ടർടേക്ക് എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി. ആ ഒരു കോൺഫിഡൻസ് ആണ് അവരെ എൻ്റർപ്രണറിയൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്, പ്രചോദനം നൽകുന്നത്. ദേ സ്റ്റാർട്ട് ദെയർ ബിസിനസ് ഔട്ട് ഓഫ് ദെയർ നാച്ചുറൽ ടാലൻറ്റ്. അവരുടെ നാച്ചുറൽ ടാലൻറ്റ് എന്നാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 4 ഓണ്ടർപ്രണേഴ്സാണ് നമുക്ക് മോട്ടിവേഷൻ, പ്രചോദനത്തിൻ്റെ ബേസിൽ വരുന്നത്. ഒന്ന് പ്യുവർ ഓണ്ടർപ്രണർ ആണ്. അവരുടെ സൈക്കോളജിക്കൽ നീഡ് അല്ലെങ്കിൽ എക്കണോമിക് റിവാർഡിൽ, അതായത് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഓണ്ടർപ്രണേഴ്സ് ആവുന്നതാണ് പ്യുവർ ഓണ്ടർപ്രണർ. ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇൻസെൻറ്റീവ്സ് കിട്ടും, സബ്സിഡി കിട്ടും, കൺസെഷനൊക്കെ കിട്ടും ഫോർ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടണം, അത് അവൈൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണേഴ്സ്. മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കഴിവിൽ കോൺഫിഡൻസ് ഉള്ള പേഴ്സൺസ് ആണ് മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ബൈ ദർ ഡിസയർ ടു മേക്ക് യൂസ് ഓഫ് ദെയർ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പെർട്ടീസ് ആൻഡ് സ്കിൽസ്, അതാണ് വരുന്നത്. സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ടാലൻറ്റിൽ നിന്ന് ഓണ്ടർപ്രണേഴ്സ് ആവുന്നതാണ് സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. സോ അത്രയാണ് അതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓണ്ടർപ്രണേഴ്സിനെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ, മോഡേൺ ഓണ്ടർപ്രണേഴ്സ്, ക്ലാസിക്കൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് ഒന്നാമത്തെ ടൈപ്പാണ് ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ. ഹീസ് വൺ ഹു സ്റ്റാർട്ട് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ബൈ മീൻസ് ഓഫ് ഹിസ് ഓൺ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആൻഡ് സ്കിൽ. നമ്മളുടെ സ്വന്തം ഇന്നോവേറ്റീവ് ഐഡിയ, ഇന്നോവേറ്റീവ് ഐഡിയ എന്ന് പറഞ്ഞാൽ മുന്നേ ആരും കൊണ്ടുവരാത്ത ഐഡിയ ആണ് ഇന്നോവേഷൻ, അല്ലേ? അപ്പോൾ നമ്മളുടെ സ്വന്തം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ സ്കില്ല്, കഴിവിനെ ബേസ് ചെയ്തിട്ട് ഒരാൾ ഓണ്ടർപ്രണർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ. ഹീസ് എസെൻഷ്യലി ആൻ ഇന്നോവേറ്റർ. അയാളൊരു ഇന്നോവേറ്ററാണ്. ഹി അപ്ലൈസ് ടെക്നോളജി ആൻഡ് പ്രൊഡ്യൂസേഴ്സ് എ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ അപ്ലൈ ചെയ്തിട്ട്, പുതിയ മെത്തേഡ്സൊക്കെ അപ്ലൈ ചെയ്തിട്ട് പുതിയൊരു പ്രൊഡക്റ്റ് അയാൾ പ്രൊഡ്യൂസ് ചെയ്യും. ഹി ഹാസ് നോ ഓൺട്രപ്രണറിയൽ ബാക്ക്ഗ്രൗണ്ട്. അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഓൺട്രപ്രണർ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഹീ ഈസ് ഓൾസോ കോൾഡ് ന്യൂ ഓൺട്രപ്രണർ. അയാളെ നമുക്ക് പുതിയൊരു ഓൺട്രപ്രണർ എന്ന് വിളിക്കാം. ദെൻ നെക്സ്റ്റ് മോഡേൺ ഓൺട്രപ്രണേഴ്സ് ആണ്. ഹീ ഈസ് ആൻ ഓൺട്രപ്രണർ ഹു അണ്ടർടേക്സ് ദോസ് വെഞ്ചേഴ്സ് വിച്ച് സ്യൂട്ട് ദി മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സ്. അപ്പോൾ പുതിയ മാർക്കറ്റിംഗ് നീഡ്സ്, മോഡേൺ മാർക്കറ്റിംഗ് നീഡ്സിന് സ്യൂട്ട് ആവുന്ന വെഞ്ചേഴ്സ് മാത്രം അണ്ടർടേക്ക് ചെയ്യണ ഓണ്ടർപ്രണേഴ്സിനെയാണ് മോഡേൺ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് വൺ ഹു ഡെവലപ്സ് സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചർ ഫോർ ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽഫ് സപ്പോർട്ടിംഗ് വെഞ്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനെയാണ് ക്ലാസിക്കൽ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹി ഡസ് നോട്ട് അണ്ടർടേക്ക് എനി ഇന്നോവേഷൻ. അവർ പുതിയ ഇന്നോവേഷൻസ് ഒന്നും കൊണ്ടുവരില്ല. ഒരു സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഓണ്ടർപ്രണർ ആണ് ക്ലാസിക്കൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. അപ്പോൾ ക്ലാരൻസ് ഡാൻഹോഫിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അമേരിക്കൻ അഗ്രികൾച്ചറൽ ഇതിലാണ് അദ്ദേഹം ബേസിസ് ഓഫ് ഈ സ്റ്റഡി ഓഫ് അമേരിക്കൻ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാരൻസ് ഡാൻഹോഫ് താഴെ പറയുന്ന ഓൺട്രപ്രണേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് അവിടെ വരുന്നത് ഒന്ന് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ, രണ്ടാമത്തത് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണർ, ദെൻ നെക്സ്റ്റ് മൂന്നാമത്തത് ഫാബിയൻ ഓൺട്രപ്രണേഴ്സ്, ദെൻ 4 ഡ്രോൺ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ ഇത്രയാണ് ക്ലാരൻസ് ഡാൻഹോഫിൻ്റെ അണ്ടറിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ. അതിൽ ഒന്നാമത്തേത് ഇന്നോവേറ്റീവ് ഓൺട്രപ്രണറാണ്. ഇന്നോവേറ്റീവ് ഓൺട്രപ്രണർ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനിലൊക്കെ വരുന്നത് തന്നെയാണ്. ദാറ്റ് ഈസ് ദീസ് ടൈപ്പ് ഓഫ് ഓൺട്രപ്രണേഴ്സ് ആർ വെരി ഇന്നോവേറ്റീവ്. അവർ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിരിക്കും. അതായത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ, അല്ലേ? പുതിയ ന്യൂ കൺസെപ്റ്റ് അല്ലെങ്കിൽ ന്യൂ ഐഡിയാസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇന്നോവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഹൈ ടെൻഡൻസി ഓഫ് അണ്ടർടേക്കിംഗ് റിസ്ക് ആണ്. അതായത് അവർക്ക് റിസ്ക് എത്ര എടുക്കണേനും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്താണ്? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ദേ ആർ ജനറലി അഗ്രസീവ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ക്ലവർലി പുട്ട് അട്രാക്റ്റീവ് പോസിബിലിറ്റീസ് ഇൻ ടു പ്രാക്ടീസ്. Then innovative entrepreneur introduces new goods, inaugurates
ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പുതിയ ഗുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, പുതിയ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഇനാഗ്രേറ്റ് ചെയ്യും, പുതിയ മാർക്കറ്റ് ഡിസ്കവേഴ്സ് ന്യൂ മാർക്കറ്റ്, ആൻഡ് അതേപോലെ തന്നെ റീഓർഗനൈസ് ദി എൻ്റർപ്രൈസിനെയൊക്കെ റീഓർഗനൈസ് ഒക്കെ ചെയ്യും. അതായത് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, പുതിയ കൺസെപ്റ്റ് കൊണ്ടുവരിക, പുതിയ ടെക്നോളജി കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ് ഇന്നൊവേറ്റീവ് ഓൺട്രപ്രണേഴ്സ്. ദെൻ അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ്. പേരിൽ തന്നെ ഉണ്ട് നമുക്ക്, അഡോപ്റ്റീവാണ് അല്ലെങ്കിൽ ഇമിറ്റേറ്റീവാണ്, വേറൊരാൾ ചെയ്തത് അതേപോലെ അനുകരിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദീസ് ഓൺട്രപ്രണേഴ്സ് അഡോപ്റ്റ് സക്സസ്ഫുൾ ഇന്നൊവേഷൻ ക്രിയേറ്റഡ് ബൈ ഇന്നൊവേറ്റീവ് എൻ്റർപ്രണേഴ്സ്. അപ്പോൾ ഇന്നൊവേറ്റീവ് എൻ്റർപ്രണേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ബിസിനസ് അഡോപ്റ്റ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് നടത്തുന്ന ഓൺട്രപ്രണേഴ്സാണ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ്. ഇമിറ്റേറ്റീവ് ഓൺട്രപ്രണേഴ്സ് ഡു നോട്ട് ഇന്നൊവേറ്റ് ദി ചേഞ്ചസ് ദംസെൽവ്സ്. അവർ പുതിയ ഇന്നൊവേഷനൊന്നും അവരായിട്ട് കൊണ്ടുവരില്ല അല്ലെങ്കിൽ പുതിയൊരു ചേഞ്ചൊന്നും അവരായിട്ട് കൊണ്ടുവരില്ല. ദേ ഓൺലി ഇമിറ്റേറ്റ് ടെക്നിക്സ് ആൻഡ് ടെക്നോളജി ഇന്നൊവേറ്റഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ ഇന്നൊവേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ടെക്നിക്സ് മാത്രമാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഒരു ഇമിറ്റേഷൻ അനുകരണം മാത്രമാണ് അവർ ചെയ്യുന്നത്. അതാണ് അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫാബിയൻ എൻ്റർപ്രണേഴ്സ് ആണ്. ദീസ് എൻ്റർപ്രണേഴ്സ് ആർ ട്രഡീഷണൽ ഇൻ നേച്ചർ. അവരൊരു ട്രഡീഷണൽ എൻ്റർപ്രണേഴ്സിൻ്റെ പോലെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ട്രഡീഷണൽ ക്ലാസിക്കൽ ഓൺട്രപ്രണർ, അതുപോലെ തന്നെയാണ് എന്ത് ഈ ഫാബിയൻ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാബിയൻ എൻ്റർപ്രണേഴ്സ് ദേ വുഡ് ബി കോഷ്യസ്. അവരെപ്പോഴും കോഷ്യസ് ആയിരിക്കും. ദേ നെയ്തർ ഇൻട്രൊഡ്യൂസ് ന്യൂ ചേഞ്ചസ് നോർ അഡോപ്റ്റ് ന്യൂ മെത്തേഡ്സ് ഇന്നൊവേറ്റഡ് ബൈ അതർ ഓൺട്രപ്രണേഴ്സ്. അപ്പോൾ അവർ പുതിയ ചേഞ്ചസ് എന്ത് ചെയ്യില്ല, ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, പുതിയ മെത്തേഡ്സ് അവർ ഇന്നൊവേറ്റ് ചെയ്യുകയും ചെയ്യില്ല. അതായത് പുതിയ മെത്തേഡ്സ് ഇന്നൊവേറ്റ് ചെയ്യാനും അവർ തയ്യാറല്ല. പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയിലൊക്കെ പുതിയ ചേഞ്ചസ് വന്നത് അഡോപ്റ്റ് ചെയ്യാനും അവർ തയ്യാറല്ല. അവരെങ്ങനെയുള്ള പേഴ്സൺസ് ആണ്? ദേ ആർ ഷൈ ആൻഡ് ലേസി. അവർ ഷൈ ആണ്, അവർ ലേസിയാണ്. ദേ ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ റിസ്ക്. അവർ റിസ്കിലൊന്നും താല്പര്യമല്ല. അതായത് റിസ്ക് എടുക്കാതെ കിട്ടണ പ്രോഫിറ്റ് മതി എന്ന് വിചാരിക്കുന്ന ടൈപ്പാണ് ഫാബിയൻ ഓൺട്രപ്രണേഴ്സ്. അതായത് അവരൊരു ലേസി ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സാണ്. ഓക്കെ, അപ്പോൾ അവരുടെ മുൻഗാമികൾ എങ്ങനെയാണോ ആ ബിസിനസ്സിനെ കൊണ്ടുപോയത് അതേപോലെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഫാബിയൻ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, അത് അതേപോലെ തന്നെ കൊണ്ടുനടക്കുന്നതാണ് ഫാബിയൻ ഓൺട്രപ്രണേഴ്സ്. ദേ ഫോളോഡ് ഓൾഡ് കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് സെൻറ്റിമെൻറ്റ്സ് എക്സെട്ര. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് ഡ്രോൺ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് ആർ ദോസ് ഹു റെഫ്യൂസ് ടു അഡോപ്റ്റ് ആൻഡ് യൂസ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ ആ ചേഞ്ചസ് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ അത് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യണ, നിരസിക്കുന്ന ഓൺട്രപ്രണേഴ്സാണ് ഡ്രോൺ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫാബിയൻ ടൈപ്പ് തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. ദേ വുഡ് നോട്ട് ചേഞ്ച് ദി മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പം നമ്മൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ് അവരൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. അവരും എങ്ങനെയാണ്? ദേ ഫോളോ ദി ട്രഡീഷണൽ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. ട്രഡീഷണൽ മെത്തേഡ് മാത്രം ഫോളോ ചെയ്യുന്ന പേഴ്സൺസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് വരുന്നത്. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ദർ ഈസ് അനദർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ. അക്കോർഡിംഗ് ടു ദിസ് ഓൺട്രപ്രണേഴ്സ് മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു കൊമേഴ്സ്യൽ ഓൺട്രപ്രണർ ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണർ. വേറൊരു ടൈപ്പാണ് കൊമേഴ്സ്യൽ ഓൺട്രപ്രണർ, രണ്ടാമത്തെ ടൈപ്പ് സോഷ്യൽ ഓൺട്രപ്രണർ. കൊമേഴ്സ്യൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദോസ് ഓൺട്രപ്രണേഴ്സ് ഹു സ്റ്റാർട്ട് ബിസിനസ് എൻ്റർപ്രൈസ് ഫോർ ദെയർ പേഴ്സണൽ ഗെയിൻ. നമ്മളുടെ പേഴ്സണൽ ഗെയിനിന് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി, നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ബിസിനസ് എൻ്റർപ്രൈസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കൊമേഴ്സ്യൽ പർപ്പസിന് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൊമേഴ്സ്യൽ ഓൺട്രപ്രണേഴ്സ്. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഗോൾ. ദെൻ സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ദോസ് ഹു ഐഡൻറ്റിഫൈ, ഇവാലുവേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് സോഷ്യൽ വാല്യൂ ആൻഡ് നോട്ട് പേഴ്സണൽ വെൽത്ത്. അപ്പോൾ സോഷ്യൽ വാല്യൂസിന്, സോഷ്യൽ ഇമ്പോർട്ടൻസ്, സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓൺട്രപ്രണേഴ്സാണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ വെൽത്തിന്, പേഴ്സണൽ വെൽത്തിനോ പ്രോഫിറ്റിനോ അവരെന്ത് ചെയ്യണില്ല, ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യണില്ല. സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് ഫോക്കസ് ഓൺ ദി ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ദേ പ്ലേ ദി റോൾ ഓഫ് ചേഞ്ച് ഏജൻറ്റ്സ് ഇൻ ദി സൊസൈറ്റി. അപ്പോൾ ഒരു ചേഞ്ച് ഏജൻ്റ് ആയിട്ടാണ് അവർ വരുന്നത്. അതായത് സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവരും. ഇൻ ഷോർട്ട്, സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് ആർ ദോസ് ഹു സ്റ്റാർട്ട് വെഞ്ചേഴ്സ് നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബട്ട് ഫോർ പ്രൊവൈഡിങ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോഫിറ്റ് ഏൺ ചെയ്യാതെ സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് വെഞ്ചേഴ്സൊക്കെ തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സാണ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത്.